Everybody's leaving. That's my goal. I had been through enough of hell on this earth, and now I gotta go through something like this. 1973 മെസിസിപ്പിയിലുള്ള പാസ്കാഗൂഡ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. രണ്ടുപേര് അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് മീൻ പിടിക്കാൻ വേണ്ടി ഒരു ദിവസം രാത്രി അവിടെ ഒരു പുഴയുടെ അരികത്ത് പോയി. ഒരു ടൈം പാസ് പോലെയാണ് അന്ന് അവർ പോയെങ്കിലും അവരുടെ ജീവിതം തന്നെ മാറ്റി മറിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും അന്ന് സംഭവിക്കാൻ പോയത്. ഇവർ രണ്ടുപേരും ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, എന്തോ ഒരു വെളിച്ചം അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കണ്ടു. അതായത് പുഴയുടെ മുകളിൽ നിന്ന് അവരടുത്തേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് ഇവരിങ്ങനെ കണ്ടു. ഇങ്ങനത്തെ ഒരു സംഭവം ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയത്. ഇപ്പൊ വേറെ എന്തെങ്കിലും സംഭവമാണെന്നൊക്കെ ഓർത്തിട്ട് ഇവരിങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ദൂരത്തു നിന്ന് ഈ പ്രകാശം അടുത്തെത്തിയപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ രൂപം ഇവർക്ക് മനസ്സിലായത്. അതായത് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിനെയാണ് അവരുടെ കൺമുമ്പിൽ വെച്ച് അവർ കണ്ടുകൊണ്ടിരുന്നത്. ഇവരുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ഒരു ബസ്സിംഗ് സൗണ്ടോടെ ഈ പുഴയുടെ മുകളിൽ ഇങ്ങനെ ഹോർ ചെയ്ത് നിൽക്കുന്ന ഒരു ക്രാഫ്റ്റിനെയാണ് അവരന്ന് കണ്ടത്. വെളിച്ചം കണ്ടപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനേ തോന്നിയുള്ളൂ. പക്ഷെ ഇത് നേരിട്ട് കണ്ടപ്പോൾ ഇവർ ശരിക്കും പേടിച്ചു. പക്ഷെ ഇവരുടെ പേടി ശരിക്കും തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുമാതിരിപ്പെട്ട മോഡേൺ സൈഫൈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ 3 ക്രീച്ചേഴ്സ് ഈ ഒരു ക്രാഫ്റ്റിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ് ഇവർ കണ്ടത്. ഇതും കൂടി കണ്ടപ്പോൾ ഇവർ ഒരുമാതിരി പേടിച്ച് പാരലൈസ്ഡ് ആയി, അതായത് കൈയും കാലൊന്നും അനക്കാൻ പറ്റാണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇവർ നിന്നത്. ഇവർക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിക്കളയണമെന്നുണ്ട്. പക്ഷേ ഈ ക്രീച്ചേഴ്സ് ഇവരെ എന്തോ രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് ഇവർക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഇവരുടെ ശരീരത്തെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇവരുടെ ബ്രെയിൻ ഇവരോട് ഓടണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ശരീരം ഇവരുടെ ബ്രെയിനിന്റെ കമാൻഡ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതായത് ഒരു തരത്തിൽ ഇവർ പാരലൈസ്ഡ് ആയ സിറ്റുവേഷനാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ഇവരെ കണ്ട ആ ഒരു രൂപത്തിന് ഒരു ചുളുങ്ങിയ സ്കിന്നും ഏകദേശം ഒരു 5 അടി പൊക്കമുണ്ട്. പിന്നെ അവർക്ക് 2 വിരലുകളുള്ള ഒരു കൈയും. പിന്നെ അവർ പെക്യുലർ ആയിട്ട് പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഇവർക്ക് ഒരു ജീവനുള്ള ഒരു സംഭവത്തിന് മൂവ്മെന്റ് അല്ല, ഒരുമാതിരി ഒരു റോബോട്ടിക് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഈ ഒരു സംഭവത്തിന് ഉള്ളതായിട്ടാണ് ഇവര് പറയുന്നത്. കാലം 70കളാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ആ കാലത്തെ ആൾക്കാരുടെ മനസ്സിലുള്ള ആ ഒരു റോബോട്ടിക് മൂവ്മെന്റ്സിന്റെ ഒരു വിഷ്വലൈസേഷൻ അത് ഏകദേശം ഇതേപോലെ ആയിരിക്കും. അപ്പോൾ ഇതേപോലത്തെ സംഭവമാണ് ശരിക്കും അന്നവർ കണ്ടത്. ഇതൊക്കെ ഇവരുടെ കൺമുന്നിൽ നടക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ശരീരത്തിന് ഇതിനോട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ളത്. ഇവരുടെ ടെസ്റ്റിമോണി അനുസരിച്ച് അതിനുശേഷം ഈ ക്രീച്ചേഴ്സ് ഇവരെ രണ്ടുപേരെയും എടുത്തുകൊണ്ട് ഈ ഒരു ക്രാഫ്റ്റിന്റെ അകത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ 2 പേരിലെ ഒരാളുടെ പേരാണ് കാൽവിൻ. അപ്പോൾ കാൽവിന്റെ പ്രായം ഏകദേശം ഒരു 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ കാൽവിന്റെ മുന്നിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിയുടെ ബോധം ഓട്ടോമാറ്റിക് ആയിട്ട് പോയി. പക്ഷെ കാൽവിന്റെ കൂട്ടുകാരൻ ചാൾസ്, പുള്ളി അത്യാവശ്യം സ്ട്രോങ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പുള്ളിയായിരുന്നു. അതുകൊണ്ട് പുള്ളിയുടെ ബോധമൊന്നും പോയില്ല. പുള്ളി നൈസായിട്ട് അങ്ങനെ നിന്നു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാൽവിന് ബോധം വന്നു. അപ്പോൾ ബോധം വന്ന ഉടനെ തന്നെ കാൽവിൻ നോട്ടീസ് ചെയ്തത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അമോണിയയുടെ സ്മെല്ലാണ്. ഈ ഒരു സ്ട്രോങ് സ്മെല്ല് വരുന്നത് കാൽവിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഏലിയൻ ക്രീച്ചറിന്റെ അടുത്തു നിന്നാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാൽവിൻ ആദ്യം കണ്ട ഒരു ഏലിയൻ ക്രീച്ചറിന്റെ രൂപമായിരുന്നില്ല ഇവിടെ ബോധം വന്നപ്പോൾ കാൽവിൻ പിന്നെ രണ്ടാമത് കണ്ടത് ഏകദേശം ഒരു മനുഷ്യന്റെ രൂപമുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിന്നൊക്കെ ഉള്ള വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു ക്രീച്ചറിനെയാണ് കാൽവിൻ അവിടെ വെച്ച് നേരിട്ട് കണ്ടത്. ഈ പറയുന്ന ഹ്യൂമനോയിഡ് ക്രീച്ചർ അവിടെ ചുമ്മാ നിൽക്കുകയായിരുന്നില്ല. കാൽവിനെ മൊത്തത്തിൽ അടിമുടി എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കയ്യിലും കാലിലൊക്കെ പിടിച്ച് ഞെക്കി നോക്കുകയും ഒരു തരത്തിൽ സ്റ്റഡി ചെയ്യുന്ന പോലെയാണ് കാൽവിൻ ശരിക്കും കണ്ടത്. പക്ഷെ പിന്നെയും എന്നെ വളരെയധികം ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കാൽവിൻ വളരെയധികം പേടിച്ചിട്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നിന്നിരുന്നത്. പക്ഷെ കാൽവിനോട് ഈ ഒരു ഏലിയൻ ക്രീച്ചർ ടെലിപാത്തിക്കലി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് കാൽവിന്റെ ടെസ്റ്റിമോണിയിൽ പറയുന്നത്. അതായത് ഈ പറയുന്ന ഏലിയൻസ്, ഈ പറയുന്ന ക്രീച്ചേഴ്സ് കാൽവിനെ ഉപദ്രവിക്കാൻ വരുന്നതല്ല, അവനെ ഹാം ചെയ്യാൻ വരുന്നതല്ല. കാൽവിൻ കംപ്ലീറ്റ്ലി സേഫ് ആണെന്നുള്ള കാര്യം ഈ ഏലിയൻസ് കാൽവിനോട് ടെലിപാത്തിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സൗണ്ട് കൊണ്ടല്ല ഇവർ സംസാരിക്കുന്നത്, ഒരു തരത്തിലുള്ള ഒരു ടെലിപാത്തിക് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടന്നത്. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് കഴിഞ്ഞ 2 സ്റ്റോറീസിലുള്ളത്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. അതിനുശേഷം ഈ ഏലിയൻ കാൽവിനോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് കാൽവിന്റെ ബോധം പോയത്. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇത്രയും കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്തത് ചാൾസിന്റെ ഊഴമാണ്. ചാൾസ് ശരിക്കും ഫുൾ ടൈം അവൈക്കായിരുന്നു.
ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനകത്തേക്ക് ചാൾസ് സ്വബോധത്തോടെ പോയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളെല്ലാം ചാൾസ് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചാൾസിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് പുള്ളിക്ക് ഒരുമാതിരി സ്പേസിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അതായത് കംപ്ലീറ്റ് വെയിറ്റ്ലെസ്നെസ് പുള്ളിക്ക് ഫീൽ ചെയ്തെന്നാണ് പറയുന്നത്. ചാൾസിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് ചാൾസിനെയും കാൽവിനെയും വേറെ വേറെ സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ചാൾസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ബെഡും കാര്യങ്ങളും അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. ചാൾസ് എയറിൽ ഇങ്ങനെ ലെവിറ്റേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള പ്രേതപ്പടത്തിലേക്ക് കാണില്ലേ, അതേപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ടാണ് ചാൾസ് പറയുന്നത്. അതുമാത്രമല്ല, ചാൾസിനെ കാൽവിനും സ്പേസ് ക്രാഫ്റ്റിലേക്ക് കൊണ്ടുപോയ ആ 3 ക്രീച്ചേഴ്സും ചാൾസിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ചാൾസ് പറയുന്നത്. ചാൾസ് പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിനെ സ്കാൻ ചെയ്തത് ഒരു തരത്തിലുള്ള ഒരു ഹൈടെക് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഈ ഡിവൈസ് ഈ ചാൾസിന്റെ മേത്തോട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുന്നതായിട്ട് ഒരു തരത്തിലുള്ള ഒരു എക്സ്റേയോ എന്തോ സംഭവം ചാൾസിന്റെ മേത്ത് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഏകദേശം പണ്ട് ട്രാൻസ്ഫോമേഴ്സ് മൂവിയിലൊക്കെ കാണുന്ന ഒരു ബോഡി സ്കാനിങ്ങിന്റെ ഒരു പാർട്ടില്ലേ, അപ്പോൾ അതേപോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കാൽവിനെ പോലെ ചാൾസിനോട് ഈ ബീയിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് ചാൾസ് പറയുന്നുണ്ട്. അതിനോടൊപ്പം ചാൾസ് പറയുന്ന വേറൊരു പോയിന്റ് ആണ്, ഈ ഏലിയന് ശരിക്കും പറഞ്ഞ കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. കണ്ണുകൾക്ക് പകരം വെറും ഒരു വര മാത്രമാണ് ആ ഒരു സ്ഥാനത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതും ഈ ഏലിയൻസിന് ഒരു തരത്തിലുള്ള ഇൻവേർട്ടഡ് കോണിക്കൽ ഷേപ്പ് ഹെഡ് ഉള്ളതായിട്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ചാൾസിന്റെ ടെസ്റ്റിമോണി. ഈ തരത്തിലുള്ള എക്സാമിനേഷൻ ഇവരിൽ ഇങ്ങനെ നടത്തുന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരു പെയിനും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവരുടെ ടെസ്റ്റിമോണി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഈ പറയുന്ന ഏലിയൻസ് തന്നെ ഈ ചാൾസിനെയും ഈ കാൽവിനെയും ഇവരെ നിന്നാണ് എടുത്തത് അവിടെ തന്നെ കൊണ്ടിട്ടു. 1973 ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ ഇവരെ ഈ പുഴയരിയിൽ കൊണ്ട് ഇട്ടപ്പോഴാണ് ഇവർക്ക് അവരുടെ ശരീരത്തിനോടുള്ള ഒരു സെൻസസ് തിരിച്ചിട്ടത്. അതായത് ഇപ്പോൾ ഓടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓടാനുള്ള ഒരു സംഭവമൊക്കെ അത് അവർക്ക് തിരിച്ചിട്ടിയപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഭയം മുഴുവന് പുറത്ത് വരികയും അവർ പേടിച്ച് കാറി ഓടി നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യരും ഇപ്പൊ നിങ്ങൾ ഇതൊന്നും വിശ്വസിച്ച് കാണില്ല. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ അത് ആരും തന്നെ ചെവിക്കൊണ്ടില്ല. പക്ഷെ ഇവരുടെ പേടിയും വെപ്രാളൊക്കെ കണ്ടപ്പോൾ പോലീസുകാർക്ക് അവിടെ എന്തോ സംശയം തോന്നി. എന്നിട്ട് 2 പേരെ 2 റൂമിൽ പിടിച്ചിരുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഇവരെ വെവ്വേറെ റൂമുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം കുറച്ച് നേരത്തേക്ക് ഇവരെ 2 പേരെ ഒറ്റയ്ക്ക് അവിടെ ഇട്ടു. അപ്പോൾ അവിടെ വെച്ച് ഇവർ സംസാരിക്കുന്ന ആ ഒരു ഓഡിയോ ആണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം കേൾപ്പിച്ചത്. അതായത് നമ്മളിപ്പോൾ ഈ കേട്ട ഒരു ഓഡിയോ അവരറിയാണ്ട് റെക്കോർഡ് ചെയ്തെടുത്താണ്. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഏതൊരു മനുഷ്യൻ ഏതൊരു എക്സ്പേർട്ട് കേട്ടാലും ഇവരുടെ പേടിയും ഇവരുടെ ഒരു വെപ്രാളവും ഇവരുടെ ഒരു ആൻസൈറ്റിയും ഫിയറും എല്ലാം നമുക്ക് ശരിക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതേ ദിവസം ഒരുപാട് ബിസിനസ് ഈ ഏരിയയിൽ ഒരു തരത്തിലുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആകാശം സ്പോട്ട് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങി. ഇത് ഞാൻ ഒരുപാട് നാളുകൾക്ക് മുന്നേ കേട്ടൊരു സ്റ്റോറിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവമാണ്, ഇതൊരു ശരിക്കും നുണ പറഞ്ഞതായിരിക്കും. ഈ പറയുന്ന ഏലിയൻ അവരെ വണ്ടിയുടെ അകത്തേക്ക് പിടിച്ചുകൊണ്ട് വരുന്നു, അവരിങ്ങനെ എക്സാമിൻ ചെയ്തിരുന്നു, അതൊക്കെ അവർക്ക് തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി പറയുന്നതായിരിക്കും എന്നൊക്കെ നോർമലി ആരുടെ മനസ്സിലേക്ക് വരുന്നൊരു ഡൗട്ടാണ്. പക്ഷെ നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കേസ് ശരിക്കും നടന്നിട്ടുണ്ടെന്നാണ്. ഇവർ കള്ളം പറയുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റിന് മൾട്ടിപ്പിൾ ടൈംസ് നിർത്തിയിട്ടുണ്ട്. എല്ലാം തന്നെ ഇവർ പാസ്സും ആയിട്ടുണ്ട്. അതായത് ഇവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് പോലീസുകാരുടെ അടുത്ത് ഓടിപ്പോയി പറഞ്ഞെന്നുള്ള കാര്യം അവിടെ കൺഫേം ആയി കഴിഞ്ഞു. ഇവിടെ നമ്മുടെ കാൽവിന് ഒരു ചെറിയ പയ്യൻ മാത്രമായിരുന്നു, ജസ്റ്റ് ഒരു 19 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് സംഭവിച്ചുകൊണ്ട് തന്നെ അവന് വളരെയധികം മെന്റലി ട്രോമറ്റൈസ്ഡ് ആവുകയും ഒരുപാട് നാളത്തേക്ക് ആരോടും മിണ്ടാത്തൊരവസ്ഥയായിരുന്നു. ഇങ്ങനത്തെ ഒരു ഇവന്റ് മറക്കാനാണ് കാൽവിൻ ശ്രമിച്ചത്. പക്ഷെ ചാൾസിന്റെ കാര്യം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ചാൾസിന്റെ അനുഭവമൊക്കെ വെച്ചിട്ട് ഒരു ബുക്ക് അടക്കം പബ്ലിഷ് ചെയ്തു. അതിന്റെ അർത്ഥം ചാൾസ് ഈ സംഭവം എങ്ങനെയെങ്കിലും ലോകം മുഴുവൻ എത്തിക്കണം, ആ ഒരു മൈൻഡോടെയാണ് ചാൾസ് നിന്നത്. അങ്ങനെ ഈ ഒരു ഇൻസിഡന്റ് UFO കേസുകളിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് കേസായിട്ട് മാറി. ഇതിനൊരു പോസിബിൾ എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരുപാട് സയന്റിസ്റ്റുമാരും റിസർച്ചേഴ്സ് ഒക്കെ പുറത്തു വന്നു. അപ്പോൾ അവരുടെ ഫൈൻഡിങ്സ് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ഞാൻ പേഴ്സണലി കോളേജിൽ വെച്ച് അനുഭവിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു. എൻ്റെ സിറ്റുവേഷൻ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കംപ്ലീറ്റ് അവേക്ക് ആയിരുന്നു. വളരെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും അന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. സ്ലീപ്പ് പാരാലിസിസ് പല രീതിയിലുണ്ട്. അതിൽ ഒരു വേർഷനാണ് ഇവർക്ക് സംഭവിച്ചതെന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അതായത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞായിരുന്നു, ഇവർ വളരെ ടയേർഡായിട്ടാണ് ശരിക്കും മീനെ പിടിക്കാൻ വേണ്ടി പോയത്. അതുകൊണ്ട് ഇവർക്ക് 2 പേർക്ക് ഉണ്ടായ ഒരു മെന്റൽ സിറ്റുവേഷൻ ആണെന്നാണ് ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ 2 പേരും ഫുള്ളി പാരലൈസ്ഡ് ആയിരുന്നു. അതായത് ഇവരുടെ ശരീരം ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേ സംഭവം തന്നെയാണ് സ്ലീപ്പ് പാരാലിസിസിൽ സംഭവിക്കുന്നത്. അതിനോടൊപ്പം ഈ ഒരു സംഭവം നടന്നതായിട്ടോ ഒരു ഫിസിക്കൽ എവിഡൻസസും ബാക്കി നിൽക്കുന്നില്ല. അതായത് ഇവർ പറയുന്ന ഒരു ക്ലെയിംസ് മാത്രമായിരുന്നു ബാക്കിയുള്ളൂ. അതും ഈ 2 ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ 1:1 സെയിം ആണെന്നുള്ളതും
ഇവർ ലൈറ്റ് ഡിറ്റക്ടർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് പോലും ഇവർ രണ്ടുപേരും പാസ്സായി എന്നുള്ളതാണ് ശരിക്കും എല്ലാവരും കുഴപ്പിക്കുന്നത്. അതുമാത്രമല്ല, സ്ലീപ്പ് പാരാലിസിസ് അനുഭവിക്കുന്ന ഒരാൾ ഒരു തരത്തിലുള്ള ഹമ്മിങ് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവർ ഈ പറയുന്ന UFO ഈ ക്രീച്ചറിനൊക്കെ കണ്ടപ്പോൾ ഇവർക്കും കിട്ടിയത്. അതായത് ഒരു തരത്തിലൊരു ബസ്സിങ്, ഒരു ഹമ്മിങ് സൗണ്ട് ഇവർക്ക് കിട്ടിയതായിട്ടും പറയുന്നുണ്ട്. ഒന്നാമത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എവിഡൻസസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതൊരു സ്ലീപ്പ് പാരാലിസിസ് ആണെന്ന് കൺഫേം ചെയ്തു, ഉറപ്പിച്ചു വെച്ചു. ഇത് കേൾക്കുമ്പോൾ ഇതൊരു സ്ലീപ്പ് പാരാലിസിസ് മാത്രമാണ് തോന്നിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പഞ്ചാബി ഹൗസിലത്തെ ഈ ഒരു സീനാണ്. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? മനസ്സിലായി. അതായത് രണ്ടുപേർക്ക് എങ്ങനെയാണ് ഒരേ സ്വപ്നം തന്നെ കാണാൻ പറ്റുന്നത്? അതായത് സ്ലീപ്പ് പാരാലിസിസ് സംഭവിക്കുന്ന രണ്ട് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിന്, രണ്ട് വ്യക്തികൾക്ക് എങ്ങനെയാണ് ഒരേ സ്വപ്നം കാണാൻ കഴിയുന്നത്? വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ശരിക്കും സ്ലീപ്പ് പാരാലിസിസ് പ്രൂവ് ചെയ്യുന്നതെങ്കിലും ഒരുപാട് ആൾക്കാർ അതാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു പോയിന്റാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ മിസ്റ്ററി. പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ കേസിന് ഈ ഒരു ദിവസം വരെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടുപേർക്ക് ഒരേ സ്വപ്നം കാണാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു സ്ലീപ്പ് പാരാലിസിസ് ആണെന്ന് പറഞ്ഞ് തള്ളി മാറ്റാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഇവരുടെ ആ ഒരു ബിഹേവിയറും ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഇവരുടെ ഒരു വെപ്രാളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവരെന്തോ അന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറയുന്ന ഏലിയൻ അബ്ഡക്ഷൻ, ഈ പറയുന്ന UFO കേസസ് ഒന്നും ഒട്ടും റെയർ അല്ലാത്ത കാര്യങ്ങളാണ്. ഈ ലോകത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിലൊരു 90 to 95% ജെനുവിൻ അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു 5% കേസസ് ഉണ്ട് അത് ശരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾക്കൊരു ആൻസർ, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള കേസുകളാണ്. അപ്പോൾ അതിലത്തെ ഒരു കേസാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഈ തിരക്കുപിടിച്ച ലോകത്ത് ഒരുപാട് കേസുകൾ സംഭവിക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു ഇൻസിഡൻറ്റ് മാത്രമായി മാറിപ്പോയി ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്റ്റോറീസ് എല്ലാം. ഒരിക്കലും ഞാൻ ഈ ഒരു ചാനലിൽ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ ഈ ചാനലിലെ റെപ്യൂട്ടേഷൻ കളയുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് കറക്റ്റായിട്ട് 100% ജെന്യുവൻ ആയിട്ടുള്ളൊരു കേസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് എന്താണ് തോന്നുന്നത്? ഈ പറയുന്ന ടെലിപാതി കമ്മ്യൂണിക്കേഷനൊക്കെ ഞാനിപ്പോൾ 3 കേസസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.